ഇന്ന് ഞാൻ കാണിക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തത് പൊന്നിയരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ കടർത്ത അരിയൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പൊന്നിയരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഇത് ഏകദേശം ഒരു 3 ആൾക്കുള്ള കണക്കിനാണ് ഞാനിവിടെ എടുത്തത് പൊന്നിയരി. ഇനി ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുതിർക്കാൻ വെക്കണം. കുതിർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണം കേട്ടോ. അരി ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 2 മണിക്കൂർ അങ്ങനെ മൂടി വെക്കണേ. അതുപോലത്തെ കാസറോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ട് വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളെന്താക്കുക, നമ്മൾ ചായ ചെമ്പോറ്റൻ ഉണ്ടാവില്ല, ഈ ഒരു ചെമ്പിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനാവുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാസറോൾ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിതാ ഞാനിപ്പോൾ 2 മണിക്കൂർ അങ്ങനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു വെള്ളം ഒഴിച്ചിട്ട്, ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും ലൂസ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും കൂടി ലൈറ്റായിട്ട് അരച്ചെടുക്കാന്ന് വെച്ചാൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. നല്ല പേസ്റ്റ് പോലെ അരച്ചാലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അടുത്തത് അരയ്ക്കുന്ന നേരം കുറച്ച് മാത്രം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ് കേട്ടോ. എന്നാലും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം നമുക്ക്. വെള്ളമില്ലാണ്ട് തീരെ അരയ്ക്കാനും പറ്റില്ല. അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഏകദേശം ഒരു കണക്കുണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ. ഇത് ഞാൻ 3 ട്രിപ്പാക്കിയിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ബാക്കിയും കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റാണ് കേട്ടോ. ഇതും കൂടി അരച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലും ഞാൻ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തില്ല കേട്ടോ. കുറച്ച് മാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കുക. ഇതൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പുട്ടുപൊടി രേശം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി ചേർത്ത് കൊടുത്താലും ഇതൊന്ന് ലൂസ് തന്നെയാണ് കേട്ടോ വേണ്ടത്. ലൂസ് തന്നെ വെക്കുക. പിന്നെ അത് ഇങ്ങനെ ഇരിക്കും തോറും ടൈറ്റായിട്ട് വരും കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂർ നമ്മളിത് ഇങ്ങനെ വെക്കൂ. ആ ഒരു സമയത്ത് ആ ഒരു പുട്ടുപൊടി നല്ലോണം കുതിർന്നതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ വരും കേട്ടോ. ടൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇതേപോലെ നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു കറി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫാണ് എടുക്കുന്നത്. 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ബീഫും കൂടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഞാൻ ഇവിടെ 3 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുക്കർ ശേഷം ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പകുതി ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അതും ചതുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടിയാണ് ചതുക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ച് കുഴയ്ക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും എത്തും കേട്ടോ ഈ ഒരു മസാല. നമ്മൾ സ്പൂണോട് കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പും അതുപോലെ തന്നെ മസാലപ്പൊടിയൊന്നും എല്ലാ ഭാഗത്തും എത്തിയല്ല. അപ്പോൾ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേയൊന്നും വേണമെന്നില്ല കേട്ടോ, ഏകദേശം ഒരു അടിഭാഗത്ത് നിന്നോട്ടെ. ഇനി ഇത് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 3 പീസിൽ ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ ഒരു 3 പീസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ടൊന്ന് അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കറക്റ്റ് പാകമായിരിക്കും വേവ്. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ പാത്രമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു പിടി തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് കളറ് മാറി വന്നോട്ടെ കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് മറ്റേ മുളക് വേണമെങ്കിൽ എടുക്കാം, എരിവുള്ള മുളകില്ലേ അത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. ഇനി ഇതൊന്ന് മൂത്ത് വന്നോട്ടെ. ആ ഒരു തേങ്ങാക്കൊത്ത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാക്കി ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരു കറാമ്പൂ, 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കട്ടെ. ഈ ഒരു തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞോട്ടെ. അപ്പോൾ അതാ തക്കാളി നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്നും കൂടി ഉടച്ച് കൊടുക്കട്ടോ. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂണ്. പിന്നെ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണല്ലോ. അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും മതിയാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പമാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുക വെച്ചാൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് നമുക്ക് കുറച്ച് വെള്ളം വന്ന പോലെ ഉണ്ട് കേട്ടോ. ആ ഒരു ബീഫ് വെന്തതിന് ശേഷം വന്നതാണ് ആ ഒരു വെള്ളം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറച്ചി മസാല പൊടിയാണ്. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് ആ ഒരു മസാലപ്പൊടി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. കുറച്ചൊന്ന് വറ്റിക്കോട്ടെ. കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞ് എല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല അടിപൊളി കറി നമുക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പം നമ്മൾ അരി അരച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അധികം ടൈറ്റ് ആവേണ്ട, നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിനാണ് വേണ്ടത്. കുറച്ചെടുത്തിട്ട് ഉരുളാക്കിയിട്ട് ഇലയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം നൈസാക്കി പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഇലയും കൂടിയും വെച്ച് കൊടുക്കുക. നല്ലോണം ചൂടായ കല്ലിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 3 4 ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇതേപോലത്തെ ഓട്ടിൻ്റെ കല്ലാണ് ഞാൻ എടുത്തത് കേട്ടോ, ഇരുമ്പ് ചട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺകല്ലിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ
പെട്ടെന്ന് കഴിയേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കല്ലെടുത്ത് വെച്ചത്. അപ്പോൾ അത് എന്താ കല്ലിൻ്റെ മുകളിലുള്ള കറ നോക്കണ്ട കേട്ടോ, അത് ഞാൻ കുറച്ച് ചുട്ടെടുത്തതിന് ശേഷമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ചുട്ടിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. നല്ല ചൂട് വേണം കേട്ടോ കല്ലിന്. എന്നിട്ട് ഉൾഭാഗം നല്ലോണം വെന്ത് വരുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇല മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ആ മാറ്റി കൊടുത്തിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. 2 എണ്ണം ഞാൻ ഇല മാറ്റി കൊടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ അമർത്തി കൊടുക്കുന്ന സമയത്ത് ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം ഭയങ്കര കല്ല് പോലെ ആയി പോകും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പദം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇല എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് നേരം അങ്ങനെ വെന്തോട്ടെ ഇലേൻ്റെ അകത്ത് കിടന്നിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇല എടുത്ത് മാറ്റേണ്ടത്. ഇത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അടിഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ ഒരു കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ടയർ ഉരുട്ടുന്ന മാതിരി ഉരുട്ടി എടുത്താൽ മതിയാവും കേട്ടോ. ആ ഭാഗം വെന്ത് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലല്ല, തേങ്ങയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഇട്ടിച്ചിട്ട് ആ ഒരു തേങ്ങാപ്പീരയും പാലും കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കാസ്ട്രോളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത്, ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പക്ഷെ അത് അറിയാത്തവരുണ്ടാവില്ല ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ടയർ പോലെ ഉരുട്ടിയിട്ട് എടുക്കാം. നല്ലോണം പൊങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ടയർ പോലെ ഉരുട്ടാവൂ. അപ്പോൾ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി ബീഫ് കറിൻ്റെ പേരൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്.